അപ്പോൾ ബോബി ചെമ്മണ്ണൂർ നമ്മളോടൊപ്പം ചേരുന്നു. ബോബി ചെമ്മണ്ണൂർ, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒന്നാണ് ഇപ്പോൾ വയനാട്ടിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരുടെ തലമുറയിൽ ആരും ഇത്രയും വലിയൊരു ദുരന്തം കണ്ടിട്ടുണ്ടാവില്ല. ഈ സമയത്ത് ബോബി ചെമ്മണ്ണൂർ എങ്ങനെ ഈ ദുരന്തത്തോട് പ്രതികരിക്കുമെന്ന് മലയാളികൾ തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ടാവും. അതിന് കാരണം ബോബി ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട്. വയനാട്ടുകാർക്ക് വേണ്ടി ബോബി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാനൊരു 100 വീട്ടുകാർക്ക്, 100 കുടുംബങ്ങൾക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ ബോച്ചെ 1000 ഏക്കർ, അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് എനിക്ക്, അവിടെ സ്ഥലം സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് വ്യവസായ മന്ത്രി ആൻഡ് മറ്റു മന്ത്രിമാർക്കും കളക്ടർക്കൊക്കെ അതിൻ്റെ സമ്മതപത്രം കൊടുത്തിട്ടുണ്ട്. അതാണ്. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ, ഒരു 5 ആംബുലൻസും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളൊക്കെ അവിടെ ക്യാമ്പുകളിലും സൈറ്റിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് തിരിച്ചു പോകുന്നത്. പിന്നെ എനിക്ക് വളരെ മാനസികമായിട്ട് സ്പർശിച്ച മറ്റൊരു സംഭവം, എല്ലാവരും നഷ്ടപ്പെട്ട്, പാരൻസും, അതായത് അമ്മയും അച്ഛനും ബ്രദർ എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് കുട്ടികൾ, ആരും ഇല്ലാതെ ചെറിയ കുട്ടികൾ അവിടെ സ്കൂളിൽ ക്യാമ്പിൽ നിൽക്കുകയാണ്. അവരൊക്കെ ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ജനിച്ചു വീണിട്ട് കുറച്ച്. അപ്പോൾ അവരെ ഞാൻ നേരിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കോഴിക്കോട്, തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെയുള്ള ഗസ്റ്റ് ഹൗസുകളുണ്ട്. എൻ്റെ ഗസ്റ്റ് ഹൗസ് അവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് അവിടെ ബോച്ചെ ഫാൻസിൽപ്പെട്ട സ്ത്രീകൾ അവരെ നോക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അവരെ ഇമ്മീഡിയറ്റ് കൂട്ടിക്കൊണ്ട്, കാരണം ഈ ക്യാമ്പിൽ ഈ ചെറിയ പിള്ളേരല്ലേ, ആരും ഇല്ലാതെ മാനസികമായിട്ടൊക്കെ നിൽക്കുന്നൊരവസ്ഥയിൽ വീടൊക്കെ പണിത് വരുമ്പോൾ സമയമെടുക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ വീടൊക്കെ ആയി വരുമ്പോൾ നമുക്ക് അവരെ അങ്ങോട്ട് മാറ്റി വേണ്ട പോലെ ചെയ്യാം. ഇമ്മീഡിയറ്റായിട്ട് എൻ്റെ കൂടെ അവരെ കൂട്ടാനാണ് ഞാൻ പോകുന്നത്. ഇന്നും നാളെ എറണാകുളത്താണ്, അത് കഴിഞ്ഞാൽ മറ്റന്നാൾ അങ്ങോട്ട് പോകാം എന്ന് വിചാരിക്കും. അപ്പോൾ അത് കളക്ടറെടുത്ത് അതിനുള്ള പെർമിഷന് വേണ്ടിയിട്ട് വയനാട് ബോച്ചെ ഫാൻസ് യൂണിറ്റ് അവിടെ സംസാരിച്ചിട്ടുണ്ടെന്ന്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കുന്നുണ്ട്. അത് പെർമിഷൻ കിട്ടിയ ഉടൻ അതുപോലെയുള്ള ചില ആൾക്കാരെ കൂട്ടി കൊണ്ടുവന്ന് എൻ്റെ ഇപ്പോഴുള്ള ഫെസിലിറ്റിയുള്ള ബിൽഡിങ്ങുകൾ, ഗസ്റ്റ് ഹൗസുകളിലൊക്കെ പാർപ്പിച്ച് ചെയ്യാം. മറ്റ് വീടുകാർ വരുമ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ, 100 കുടുംബങ്ങളെ പുനരുദ്ധരിക്കാന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 5 ഏക്കർ ഭൂമി വേണ്ടി വരില്ലേ? അത് അതിൽ കൂടുതൽ വേണ്ടി വരുമോ? 5-10 ഏക്കറെങ്കിലും വേണമല്ലോ അവർക്ക്, അത്യാവശ്യം തെറ്റില്ലാത്ത. കാരണം അവർ നഷ്ടപ്പെട്ടു വരുമ്പോൾ അവരെ അതിലും ചെറുതാക്കി കാണാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം മാന്യമായിട്ടുള്ള സൗകര്യത്തിൽ തന്നെ വീട് വെച്ച് കൊടുക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ബോബി, ഇത് ഭൂമി വിട്ടുകൊടുക്കുക മാത്രമാണോ, അതല്ല ഭവന നിർമ്മാണ പദ്ധതിയും ബോബി ചെമ്മണ്ണൂരിന്റെ മനസ്സിൽ? ഭൂമി വിട്ടുകൊടുക്കാൻ മാത്രമാണ് ഇപ്പം ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരുപാട് പേര് പറയുന്നുണ്ട് ആ ഭൂമിയിൽ വീട് വയ്ക്കാൻ ബോച്ചയ്ക്ക് പൈസ അയച്ചു തരാമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ സംഭാവന വാങ്ങി ചാരിറ്റി ചെയ്തിട്ടില്ല. സ്വന്തം ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം വെച്ചിട്ടാണ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, ഒരു പേടികൊണ്ടാണ്. നമ്മൾ എത്ര നന്നായി ചെയ്താലും കൈയിട്ടു വാരി എന്നുള്ള ആ ഒരു ദുഷ്പേര് വരണ്ട എന്ന് ഓർത്ത് ഈ അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിന് മാത്രമാണ് ഞാൻ റോട്ടിലിറങ്ങി യാചകയാത്ര സംഘടിപ്പിച്ചത്. അതും ആദ്യത്തെ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ ഞാനത് നിർത്തി. കാരണം ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ് പലയിടത്തും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കളക്ഷൻ എടുത്തു തുടങ്ങി. പിന്നെ ആദ്യത്തെ 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരു ചാനലിൽ പറഞ്ഞു, ഒരു സോഷ്യൽ മീഡിയ ചാനൽ പറഞ്ഞു ബോച്ചെ കൈയിട്ട് വാരും എന്ന് പറഞ്ഞോടുകൂടെ പരിപാടി നിർത്തിയിട്ട് QR കോഡിൽ അയച്ചോളം പറഞ്ഞിട്ടാണ് ഞാൻ യാത്ര നടത്തിയത്. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് അത് എടുത്തിട്ടില്ല. പക്ഷേ ബോച്ചെ ഫാൻസ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഫണ്ട് തന്നാൽ സ്വീകരിച്ച് ഈ സ്ഥലത്ത് പണിത് കൊടുക്കണമോ എന്നുള്ളതിൻ്റെ ചർച്ച നടക്കുകയാണ്. ഓക്കെ, ബോബി ചെമ്മണ്ണൂർ, താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലം ശരിക്കും വാസയോഗ്യം തന്നെയാണ്? അതുകൂടി നോക്കണമല്ലോ. വയനാടാണ് സ്ഥലം, അവിടേക്ക് റോഡുണ്ടോ? അതുപോലെ മറ്റ് പ്രകൃതി ദുരന്ത ഭീഷണിയുള്ള സ്ഥലമാണോ? കുടിവെള്ളം ലഭ്യ സ്ഥലമാണോ? വിദ്യാഭ്യാസത്തിനും മറ്റ് ആരോഗ്യ
മേഖലയിലേക്ക് ആക്സസ് ഉള്ള സ്ഥലം തന്നെയാണോ അത്? അതെ, ഇത് എൻ്റെ ഒരു 1000 ഏക്കറാന്ന് പറയും, ബോച്ചെ 1000 ഏക്കറിൽ. അവിടെ വർഷങ്ങളായിട്ട് എല്ലാ ഫെസിലിറ്റീസും റോഡും എല്ലാ സൗകര്യങ്ങളുള്ളതാണ്. അവിടെ യാതൊരു വക പ്രശ്നങ്ങളില്ലാത്ത, ഇതൊന്നും ബാധിക്കാത്ത, ഇതിലൊന്നും പെടാത്ത ഏരിയ ആണത്. ഈ സോണുകളിലൊന്നും പെടാത്ത കറക്റ്റായിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ ഞാൻ ടൂറിസം, ബിസിനസ്, അങ്ങനത്തെ കാര്യങ്ങൾ, കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതാണ്. അപ്പോൾ നല്ല ലാൻഡാണ് അത്. ഇന്ന് രാവിലെ അവിടെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് പോയി മിനിസ്റ്ററെ കാണുകയും അപ്പോൾ അവരുടൻ തന്നെ സ്ഥലം വന്ന് നോക്കാമെന്നും നോഡൽ ഓഫീസറൊക്കെ വന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സർവേ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ബോച്ചെ, ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം ഉണ്ടല്ലോ, അതിൽ ബോച്ചയുടെ ഒരു സംഭാവന എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബോച്ചെ ഫാൻസ് ഒക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ? അതെ, അവര് വയനാട് യൂണിറ്റ്, പുറത്തുനിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. പക്ഷെ വയനാട് തന്നെ നമുക്ക് മേപ്പാടി തന്നെ ബോച്ചെ ഫാൻസ് യൂണിറ്റ് ഉണ്ട്. ഒരുപാട് പേര് അവിടെ ഇറങ്ങി പ്രവർത്തനങ്ങളും ഈ ബോഡി തെരച്ചിലും കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു. ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നു അവിടെ, അവരുടെ കൂടെ ഉണ്ടായിരുന്നു, കുറച്ച് നേരം ഉണ്ടായിരുന്നു. അവരൊക്കെ ഫുൾ ടൈമായിട്ട് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ, പിന്നെ അവരുടെയും ആ ഏരിയയിലുള്ള ആൾക്കാരായതുകൊണ്ട് അവരുടെയും ബന്ധപ്പെട്ടവരൊക്കെ പലവരും പോയിട്ടുള്ളവരുണ്ട്. അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഒരു 5 ആംബുലൻസ് ഓടുന്നുണ്ട്. ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രങ്ങളൊക്കെ നമ്മുടെ എല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പറ്റാവുന്നതൊക്കെ. പക്ഷെ അതൊക്കെ അവിടെ ഞാൻ ഈ ക്യാമ്പുകളിൽ പോകുമ്പോൾ പറയുന്നത്, ഞങ്ങൾക്ക് ഇതൊന്നുമല്ല വേണ്ട, അതൊക്കെ ഇഷ്ടംപോലെ ഫുഡും ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ടെൻഷൻ, ഞങ്ങൾക്ക് അത് ഇന്നല്ല, തുടങ്ങിയ സമയത്ത് ഞങ്ങൾ എവിടെ പോകും ഇനി? ഞങ്ങളുടെ വേർപ്പിൻ്റെ ഇത്രയും കാലത്തെ എല്ലാ അധ്വാനമാണ് ഈ വീട്, അതും അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പോയി. ഞങ്ങളിനി സ്കൂളിൽ നിന്ന് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയ വഴിയിലേക്കാണ് പോകേണ്ടത്. വാടകയ്ക്ക് വീടെടുത്താൽ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ആ കരച്ചിലാണ് അവിടെ അധികം പേരുടെ. അത് വന്നപ്പോഴാണ് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല, മറ്റുള്ള സഹായം, സമ്പത്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് അവിടെ എടുത്തൊരു തീരുമാനമാണ്, ക്യാമ്പിൽ വെച്ചിട്ട് എന്നാൽ ശരി, ഇവർക്ക് വീടാണ് വേണ്ടത്, സ്ഥലം കൊടുക്കാം ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ മറ്റു പലരും, ഇപ്പോൾ ശോഭ ഗ്രൂപ്പ്, അങ്ങനെ മേനോൻ ഒക്കെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അവരായിട്ട് സംസാരിക്കണമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ സ്ഥലം കൊടുക്കുക, അവർ കൺസ്ട്രക്ഷൻ ഉള്ളവരാണല്ലോ, അവർ വെക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാലോ എന്നുള്ളത് കൊണ്ട് ആ ഐഡിയയിലേക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് അവൾക്ക് വളരെ ഹാപ്പിയായി. അത് പറഞ്ഞപ്പോൾ തന്നെ അവർ മുഖമൊക്കെ തെളിഞ്ഞ് വളരെ ഇതായി. കാരണം ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുപാട് സംഘടനകൾ അവിടെ നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ആംബുലൻസുകൾ, ഒരു പിടി കാര്യങ്ങൾ. ഇതൊന്നും ഞങ്ങൾ ആംബുലൻസ് ഒരു ദിവസം നമ്മുടെ ഓടിയുള്ളൂ, ബാക്കിയൊക്കെ അവിടെ എടുക്കുക, അതിൻ്റെ ആവശ്യമില്ല. ഇഷ്ടം പോലെ സൗകര്യങ്ങളായിക്കഴിഞ്ഞാൽ ജനങ്ങൾ, മലയാളികൾ വളരെ മാതൃകാപരമായിട്ട് ഓടിയെത്തി ഭക്ഷണം കൊടുക്കാൻ ഒറ്റപ്പിടി കാര്യങ്ങൾക്ക്. അതുകൊണ്ട് വളരെ വലിയൊരു മാറ്റം വന്നു. പിന്നെ ഡിപ്പാർട്ട്മെന്റുകൾ, പോലീസ്, എയർഫോഴ്സ് എല്ലാം ഉണ്ട് അവിടെ, മിലിറ്ററി ഒക്കെ. അപ്പം ഇതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. ഇവരെ വഴിയാധാരമായി ഞങ്ങൾ എന്നതാണ്. ഒറ്റവരും ഉടവരും ഒക്കെ പോയി, അതിന് പുറമെ വീടുമില്ല എന്നുള്ളത്. അതുകൊണ്ട് കണ്ടപ്പോഴാണ് കുറച്ച് കുട്ടികളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ബോച്ചെ ഫാൻസിൽ പെട്ട സ്ത്രീകൾ നോക്കാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതാണ്. ബോബി അവിടെ പോയപ്പോ അവിടെ ബോബിക്ക് തോന്നിയത് ഏറ്റവും മനസ്സിൽ തട്ടിയ കാഴ്ചകൾ എന്തായിരുന്നു? ബോബി ആ ദുരന്ത മേഖലയിൽ പോയായിരുന്നല്ലോ, ഏറ്റവും മനസ്സിൽ തട്ടിയ കാഴ്ചകൾ ക്യാമ്പിലാണോ കണ്ടത്? ക്യാമ്പിൽ കണ്ടത് ഈ എല്ലാവരും പോയി, കുട്ടികൾ, ആരോരുമില്ലാത്ത കുറച്ച് കുട്ടികളുണ്ട്. ആരോരുമില്ലാതെ നമ്മൾ വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കുറച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പം ഏറ്റവും വലിയ മനസ്സലിവ് തോന്നി. കാരണം ഞാൻ ചിന്തിച്ചത്, ഞാൻ ഈ വയസ്സിൽ 5 വയസ്സിലും 8-10 വയസ്സിലൊക്കെ നമുക്ക് എൻ്റെ ഓർമ്മയിൽ പേരൻസും വീടും സൗകര്യങ്ങളായിട്ട് ജീവിക്കുന്ന അവസ്ഥകൾ, സ്കൂള്, നമുക്ക് ബാഗ്, എല്ലാ ഫെസിലിറ്റി ആയിട്ടുള്ള ഈ പ്രായത്തിൽ ഈ കുട്ടികൾക്ക് പേരൻസിനെ നഷ്ടപ്പെടുക, ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കേണ്ട ഒരു ഗതികേട്, ഞാൻ അതിൻ്റെ ഒരു ആളായിട്ട് ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഫാദറും മദറും പോയി എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുക, എൻ്റെ അമ്മയാണെങ്കിൽ, എൻ്റെ ഫാദർ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ കാണുമ്പോഴുള്ള ഒരു ഇത്. പിന്നെ അവിടെ ബോഡികൾ, കൈയും കാലും, തലയില്ലാത്ത ശരീരങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നേരിട്ട് അതൊക്കെ എന്താ പറയുക, നമുക്കൊന്നും എത്ര ഭാഗ്യവാന്മാരാണ്, ഇത്രയും കാലം ജീവിച്ചില്ല ഇങ്ങനെയൊക്കെ, ഇതിലൊന്നും പെടാതെ. അപ്പോൾ അതൊക്കെ ആ കമ്പാരിസൺ വരുമ്പോഴാണ് നമുക്ക് ആ ഇത് മനസ്സിലാവുന്നത്. ഇതിലുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഞാൻ ഇതിനു മുമ്പ് പുത്തുമല 4 വർഷം 5 വർഷം മുമ്പ് ഉണ്ടായപ്പോഴും ഞാൻ വന്നിരുന്നു.
ഇവിടെയൊക്കെ പോയിരുന്നു. കൽപ്പറ്റ അവിടെ ടൗണിൽ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അവിടെ 10 ഏക്കറിൽ ഒരു 2 ഏക്കർ ഞാൻ സർക്കാരിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ എനിക്കുള്ള അഭിപ്രായം ഇനിയും ഇത് ആവർത്തിക്കപ്പെടും. 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം പ്രകൃതിയെ തടുക്കാൻ നമുക്ക് പറ്റില്ല. അതിശക്തമായ മഴ ഇത്ര സമയത്തിനുള്ളിൽ പെയ്താൽ സ്വാഭാവികമായിട്ട് ഇതുണ്ടാവുന്നതാണ്. മണ്ണിൽ വെള്ളം ആ ലോഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അത് ഒരാൾക്ക് തടയാൻ പറ്റില്ല. പക്ഷെ ചില ഇങ്ങനത്തെ ഏരിയകൾ, സ്ഥിരമായിട്ടുണ്ടാകുന്ന ഏരിയകളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ച് എവിടെയെങ്കിലും ഇതുപോലെ ഇപ്പോൾ നമുക്ക് 1000 ഏക്കറേന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു, അതുപോലെ എസ്റ്റേറ്റുകാരും ഭൂമിയുള്ളവരെല്ലാവരും ചേർന്ന്, അതുപോലെ ഈ ശോഭ ഗ്രൂപ്പ്, അതുപോലെ മറ്റു ചില ഗ്രൂപ്പുകളൊക്കെ പണിയാൻ തയ്യാറായിട്ട് വന്നാൽ എല്ലാവരും സഹകരിച്ച് ഗവൺമെൻറ്റും കൂടെ ഒരുമിച്ചിരുന്നിട്ട് 1000 വീട്ടുകാരാണോ 2000 ആണോ എത്രയാണോ, ഇതൊക്കെ പ്രൈവറ്റ് വ്യക്തികളും ഗവൺമെൻറ്റും കൂടിയിരുന്ന് ആലോചിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ മാറ്റി താമസിച്ചില്ലെങ്കിൽ ഇനിയും നമ്മൾ ആവർത്തിക്കണം. ഇനിയും എനിക്ക് അവിടെ പോകാൻ വിഷമമുണ്ട്, 2ാമത്തെ പ്രാവശ്യം അവിടെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതിന് കോർഡിനേറ്റ് ചെയ്യാൻ മുമ്പോട്ട് വരണം ഗവൺമെൻറ് സൈഡും മറ്റുള്ള എൻ്റെ ഭാഗത്തുനിന്ന്. അതുപോലെ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇത് സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതാണ് ഇനി വേണ്ടത്. ശരിയായ ആത്മാർത്ഥപരമായിട്ട് നമ്മൾ ഇവരുടെ ജീവന വില കൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയൊരു സംഭവം ഉണ്ടായിട്ട് നമ്മളതിൻ്റെ പിന്നാലെ ഓടി അവിടെ പോയി കുറേ കാര്യങ്ങൾ ചെയ്തു, അത് വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് എന്താ പറയുക, ഓട്ടടച്ച് ഇങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്നെനിക്ക് തോന്നി. സൊല്യൂഷൻ വേണ്ടേ? പറയുന്ന ആശയം വലിയ ആശയമാണ്. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ച് അത് ഒരു വലിയ ടാസ്ക്കാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന റെഡ് സോൺ എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ മാത്രമല്ല ഇടുക്കി പോലുള്ള ജില്ലകളിലൊക്കെ താമസിക്കുന്നുണ്ട്. ഇവരെ മുഴുവൻ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ്. അല്ല, ഈ മൊത്തം ഒറ്റയടിക്ക് ചെയ്യാന്നല്ല. ഇവിടെ ഇപ്പൊ 4 വർഷം മുമ്പ് ഉണ്ടായ ഏരിയ എന്ന് പറയുന്ന ഈ ഒരു 5-10 കിലോമീറ്റർ റേഡിയസിലാണ് അതുള്ളത്. അവിടെ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ പഠനങ്ങളുണ്ട്. അല്ലാണ്ട് മൊത്തം ഒറ്റയടിക്ക് കേരളം നന്നാക്കാന്നല്ല. ഒരു ഏരിയ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ നമ്മൾക്ക് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് ആ ഒരു 10 കിലോമീറ്ററിനുള്ളിൽ 1000 വീടാണോ 2000 ആണോ അങ്ങനെ, അത് ഇവിടുത്തെ ബിസിനസ്സുകാരും ഗവൺമെന്റും ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ അവിടെ ഞാൻ ചെന്നപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആംബുലൻസ് ഒന്നും ആവശ്യമില്ല. എന്താണ് ഒരു ദിവസം ഓടി പിന്നെ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ആംബുലൻസിൻ്റെ കളി, ഫുഡിൻ്റെ കളി, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ മലയാളികൾ ഒരുമിച്ച് ഒരു ആവശ്യം വന്നാൽ നിൽക്കും. ഒരുപാട് കാര്യങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് സിറ്റുവേഷൻ. മലയാളികൾ ലോകത്തിന് മാതൃകയാണ്. ഒരു ആവശ്യം വന്നാൽ കൂടെ നിൽക്കും, എത്ര കോടിയും അവർ തരും എന്ന് പല സിറ്റുവേഷനിൽ തെളിയിച്ചവരാണ്. അവർക്ക് അതിനുള്ള മനസ്സുണ്ട്. സംഭവം എന്തൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചില സമയത്ത് ജാതി മതം രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിന്ന് ലോകത്തിന് മാതൃകയായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ഗവൺമെന്റും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ, ചുക്കാൻ പിടിച്ചാൽ കുറച്ച് പേര്, തീർച്ചയായിട്ടും മലയാളികൾ അത് സാധിച്ചു തരും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ അനാഥരായി പോയ കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കാനാണ് ബോബി ചെമ്മണ്ണൂരിന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ആലോചന? ഇപ്പോൾ കുറച്ച് കുട്ടികളെ ഞാൻ അവിടെ കണ്ടു. അവരോട് ഞാൻ പറഞ്ഞു, മക്കളെ ഡോൺ വെറി, ഞാനുണ്ട്, ഞാൻ വരും, തിരിച്ചു വരും, നിങ്ങളെ കൊണ്ടുപോകും, ഞങ്ങൾ എവിടെ പോകുന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ലാതെ വിഷമം തോന്നിപ്പോയി. അപ്പം എൻ്റെ കോഴിക്കോടും തൃശ്ശൂരും ഒക്കെയുള്ള ഒരു 4-5 ഗസ്റ്റ് ഹൗസുകളുണ്ട്. അവിടെ ഈ കുട്ടികളെ കൊണ്ടുവന്ന് ബോച്ചെ ഫാൻസിലുള്ള സ്ത്രീകൾ കുറച്ച് പേരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ വരാം, അവരവിടെ നിന്ന് കുട്ടികളെ നോക്കാം, തയ്യാറായിട്ടുണ്ട്. അതാണ് ഏറ്റവും, പൈസയല്ലല്ലോ, അതിന് ആൾക്കാരുണ്ടാവണ്ടേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എറണാകുളത്താണ്. 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എറണാകുളത്ത് ഒരു ചാനലുമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടൻ അവരെ കൂട്ടിക്കൊണ്ടിരണം. അപ്പോൾ കളക്ടറോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സംസാരം ഇന്നൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കോർഡിനേറ്റേഴ്സ് ചെയ്തുകൊണ്ട് ആയാൽ അവരെ നേരിട്ട് കൊണ്ടുവരിക, ഈ സ്ത്രീകളുമായി അവിടെ ആ വീടുകളിൽ എൻ്റെ ഗസ്റ്റ് ഹൗസുകളിൽ തൽക്കാലം അവരെ താമസിപ്പിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ചെറിയ പിള്ളേരല്ലേ, അവരങ്ങനെ ഇത്രയും വലിയൊരു ക്രൗഡിൽ അവിടെ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ പ്രായപൂർത്തിയായവർക്കൊക്കെ അവിടെ കൈകാര്യം ചെയ്യാനും ടോയ്ലറ്റിൽ പോകാനും അതിനൊക്കെ പറ്റും. ഈ കുട്ടികൾ അതിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അവർ ഓൾറെഡി ഇവരെല്ലാവരും മരിച്ചിട്ടുള്ള ഒരു അവസ്ഥയും പിന്നെ ഇതിന് ഇവിടെ ഇത്രയും അതിൻ്റെ ഇടയിലൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവരെ കൊണ്ടുവന്ന് നല്ല ഭക്ഷണം ഇതൊക്കെ കൊടുത്ത് അറ്റ്മോസ്ഫിയറിൽ നിന്നൊന്ന് മാറ്റി അവർക്ക് വേണ്ടുന്ന കളിക്കോപ്പുകളും കാര്യങ്ങളും അതിനുള്ള മെൻ്റലി ഇതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു കൊടുത്താൽ അവർ അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രായം അതല്ലേ. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് അതിലേക്ക് അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ എത്ര കുട്ടികളുണ്ടാവും ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ക്യാമ്പിൽ? ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഓടി വന്ന ഒരു 3 or 4 കുട്ടികളെയാണ് ഞാൻ കണ്ടത്. എല്ലാവരും പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഒരു അമ്മയും ഒരു കുട്ടിയുണ്ട്. പിന്നെ പലരും ഒരുപാട് പേര് മരിച്ചു പോയിട്ടുള്ള അവസ്ഥയാണ്. ഭാര്യയുണ്ട്, ഭർത്താവില്ല, മക്കളില്ല. ഭർത്താവുണ്ട്, മറ്റുള്ളവർ പോയി മരിച്ചു എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. അതാണ് അവരൊക്കെ അവസ്ഥകൾ. ഓക്കെ, വളരെ നന്ദി ബോബി ചെമ്മണ്ണൂർ, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്, ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയതിന്. വയനാട് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യർക്ക് കൈത്താങ്ങാവാനുള്ള അങ്ങയുടെ വലിയ മനസ്സിനെ അഭിനന്ദിക്കുകകൂടി ചെയ്യുന്നു.